ശരി ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ ട്രയൽ ഉണ്ടല്ലോ, യഥാർത്ഥ ട്രയൽ, ഈ നടിയെ ആക്രമിച്ച കേസിലെ, അതിനെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ശ്രീ രാഹുൽ ഈശ്വർ പറയുകയാണ്. ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് വിചാരണയെ ഒരു തരത്തിൽ ഇത് ബാധിക്കില്ല എന്ന്. പക്ഷേ വിചാരണ അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ആക്സസ് ചെയ്തതിലൂടെ എന്നതിന് ഒരു തർക്കവുമില്ലല്ലോ ശ്രീ ബൈജു കൊട്ടാരക്കര. അത് 100% ശരിയാണ് മഞ്ജുഷ, യാതൊരു തർക്കവുമില്ല. ഈ വിചാരണയെ അല്ലെങ്കിൽ ഈ കേസിനകത്ത് ചില ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാവാനാണ് 101% സാധ്യത. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തു, ഇത് അവിടുന്ന് SFL ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ട് 2 വർഷത്തോളം അന്നത്തെ വിചാരണ കോടതിയിൽ ഇത് പൂഴ്ത്തിവെച്ചിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ 2 വർഷത്തോളം ഇത് പൂഴ്ത്തിവെച്ചിട്ട് അവസാനം ഈ കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോ അന്ന് അവിടുത്തെ ന്യായാധിപ പറഞ്ഞത് ഇത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് ചോദിച്ചതിന് ഒരാഴ്ചക്ക് മുമ്പ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്കമാലി മജിസ്ട്രേറ്റിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഇത് 1 വർഷത്തോളം ഒരു മെമ്മറി കാർഡ് അവരുടെ കയ്യിൽ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലാണ് ഇവർ ഈ മെമ്മറി കാർഡ്, അതായത് ഒരു മജിസ്ട്രേറ്റിന്റെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട കാര്യം, അതും ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡ്, ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു മെമ്മറി കാർഡ്, അത് എങ്ങനെയാണ് ഈ ഒരു മജിസ്ട്രേറ്റിന്റെ ഒരു പി ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഇത് കൊണ്ട് നടക്കുന്നത് 1 വർഷത്തോളം? രണ്ടാമത്, നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ഇരുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ശിരസാരങ്ങൾ മഹേഷ് എന്ന് പറയുന്ന പേരുള്ള ആള് ഇത് തുറന്നു പരിശോധിച്ചു എന്ന് സമ്മതിക്കുന്നു. തുറന്നു പരിശോധിച്ചപ്പോ പരിശോധിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ജഡ്ജി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞത്. എന്റെ ബലമായ വിശ്വാസം എന്താണെന്നറിയോ? ആ ജഡ്ജിനെ കൂടെ കുഴപ്പത്തിൽ ചാടിക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്. മൂന്നാമത്, ഇപ്പോ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണ കോടതിയിൽ നിന്ന്, ഇപ്പൊ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുകയാണ്, പക്ഷെ വിചാരണ കോടതിയിൽ നിന്ന് ഇത് ആക്സസ് ചെയ്തു, അതൊരു വിവോ ഫോണിലിട്ട് കണ്ടു എന്ന് പറയും. അതിനെതിരെ ഒരു നടപടിയും ഇവർ കൊടുത്ത, അതായത് ഈ കോടതിയിൽ നിന്ന് കൊടുത്ത ഈ റിപ്പോർട്ടിന്മേൽ എന്താണ് വസ്തുതാപരമായിട്ടുള്ള സംഗതികളുള്ളത്? ആരെങ്കിലും ചോദ്യം ചെയ്തോ? പോലീസിന്റെ സഹായം തേടിയോ? ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇനി ഒരു കാര്യം, അല്ലല്ല, പോലീസിന്റെ സഹായം തേടിയുള്ളത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്ലല്ല, അന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടതിനെ കുറിച്ച് ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്താം, ഏത് ഏജൻസിയുടെ സഹായം വേണമെങ്കിലും ചോദിക്കാം. അത് മാത്രമല്ല, അതിജീവിതയോടുകൂടി സഹകരിച്ച് വേണം, അവരുടെ ഭാഗം കൂടി കേട്ട് വേണം ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ. എങ്ങനെയാണ് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പോയത് എന്ന് അവരുടെ അഭിപ്രായം കൂടി കേൾക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇത് അതിലും ഒതുങ്ങി നിൽക്കുന്നില്ല. എന്താണ് തുടർ നടപടി എന്ന് തീരുമാനിക്കുവാനും പറ്റുമായിരുന്നു ഈ അന്വേഷണം നടത്തിയ വിചാരണ കോടതി ജഡ്ജിക്ക്. ഇതൊന്നും ഉണ്ടായില്ല. അതിജീവിത പറയുകയാണ്, എന്നോട് ഇക്കാര്യത്തെ പറ്റി ചോദിച്ചിട്ട് പോലുമില്ല എന്ന്. അപ്പോൾ എന്ത് അന്വേഷണമാണ് ഇവിടെ നടന്നത്? അങ്ങനെയാണെങ്കിൽ ദിലീപിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് വിചാരണ കോടതി ജഡ്ജി അവിടെ നടത്തിയിരിക്കുന്നത് ഈ അന്വേഷണത്തിലൂടെ. അഞ്ജുഷെ, അതാണ് പറഞ്ഞത്. ഇത് തട്ടിക്കൂട്ടിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കൊടുത്തുള്ള ഹൈക്കോടതിയിൽ. ഒന്നത്. രണ്ട്, ഈ ദിലീപിന്റെ സഹോദരി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരിക്കല് പോലീസ് റെയ്ഡ് ചെയ്തപ്പോ അവിടുന്ന് അവരുടെ ഫോണിൽ നിന്നൊരു സംഗതി കിട്ടി. എന്താണെന്നറിയാമോ? തൃശ്ശൂര് മുതല് എറണാകുളം വരെ ഒരു വണ്ടിക്കകത്ത് ഈ അന്ന് നടന്ന സംഭവങ്ങൾ മുഴുവൻ റീക്രിയേറ്റ് ചെയ്ത വീഡിയോ. ഈ വീഡിയോ പല ചാനലുകളിലും കാണിച്ചതാണ്. ആ സമയത്ത് ഞങ്ങളുടെ ഇതിലൊക്കെ ഇരിപ്പുണ്ട്. അന്നത്തെ ആ ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള്. എന്തിനാണ് തൃശ്ശൂര് മുതൽ എറണാകുളം വരെ ഈ വീഡിയോ ഇവര് റീക്രിയേറ്റ് ചെയ്ത്? അത് കിട്ടിയത് സുരാജിന്റെ ഫോണിൽ നിന്നാണ്. ഈ റീക്രിയേറ്റ് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ പുതിയ ന്യായീകരണങ്ങളുമായിട്ട് കുറെ ന്യായീകരണങ്ങളൊക്കെ വന്നിരുന്നു. എന്താണ് പറഞ്ഞതെന്നറിയാമോ? അതിനകത്ത് ആ വീഡിയോയില് ഏതോ സ്ത്രീ ശബ്ദമൊക്കെ വേറെ കാണുന്നു, അല്ലെ വേറെ കേൾക്കുന്നു. ഇതാണ് പറഞ്ഞത്. അങ്കമാലി കോടതിയിൽ വെച്ച് ദിലീപ് 6 സെക്കൻഡ് പോലും കാണാത്ത വീഡിയോ, 6 സെക്കൻഡ് പോലും അടുപ്പിച്ച് കാണാതെ ജസ്റ്റ് ഇട്ട് കാണിച്ചപ്പോ അത് കണ്ടു, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ എന്ന് വക്കീൽ പോലും പറഞ്ഞതിന്റെ വളരെ വ്യക്തമായ ഒരു അഫിഡവിറ്റ്, അതായത് ഏതാണ്ട് 12 മിനിറ്റോളമുള്ള വീഡിയോയുടെ അഫിഡവിറ്റ്, അതിൽ പറയുന്ന ഫ്രെയിം ടു ഫ്രെയിം എഴുതിയെടുത്തത് സുരാജിന്റെ ഫോണിൽ നിന്നാണ് കിട്ടിയത്. ഈ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. എന്തിനാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്? ഈ വിചാരണയിൽ അട്ടിമറിക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ ഇതിനാരൊക്കെയാണ് കൂട്ടി നിൽക്കുന്നത്? ഇതിനെ എത്ര ന്യായീകരിച്ചാൽ ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? കോടതിയുടെ ഭാഗത്ത് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് ഹൈക്കോടതി ക്ഷമ പോലും പറയേണ്ടി വന്നത് ഒരിക്കൽ. അതുകൊണ്ട് ഞാൻ കോടതിയുടെ ഭാഗത്തേക്ക് ഇനി കടക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, ഇതിനകത്ത് ഈ കോടതികളിൽ നിന്ന് ഇത് പോയത്, പണ്ട് നേരത്തെ ജോർജ് സാർ പറഞ്ഞതുപോലെ
ഈ ആന്റണി രാജു ഷഡ്ഡിക്ക് മാറ്റിയതല്ല ഈ കേസ്. അതൊരു പിന്നെ മയക്കുമരുന്നിന്റെ കേസായിരുന്നു. ഒരു ഷഡ്ഡിക്കഥയാണെന്ന് പറയാം, പക്ഷെ ഇതൊരു ഷഡ്ഡിക്കഥയല്ല. ഇത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അതാണ് ആ മെമ്മറി കാർഡിലുള്ളത്. അത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഈ വിവോ ഫോണിലിട്ട് കണ്ടതിനകത്ത് മറ്റേതെങ്കിലും പിന്നെ ആപ്പിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ല എന്ത് ലാഘവത്തോടു കൂടിയാണ് രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞത് അത് ലീക്കായിട്ടൊന്നുമില്ല എന്ന്. ആ ഒരു കൺസേൺ ഈ ലീക്കായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത്, അതല്ല ഈ അന്വേഷണം നടത്തിയ ആളായിരുന്നു കണ്ടുപിടിക്കേണ്ടത് ലീക്കായിട്ടുണ്ടോ എന്ന്. അതുപോലും കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയുന്നില്ല. എന്നിട്ട് പറയുകയാണ് ലാഘവത്തോടു കൂടി അത് ലീക്കായിട്ടില്ലല്ലോ എന്ന്. ഞാൻ അഫിഡവിറ്റ് വായിച്ചു കേൾപ്പിച്ചല്ലോ. ഇനി അതിനപ്പുറമൊന്നുമില്ല. ലീക്കായിട്ടുണ്ടോ എന്ന കൺസേൺ ഉന്നയിക്കുന്നത് അതിജീവിതയാണ്. അപ്പോൾ അവരോടൊപ്പമാണ് നിൽക്കേണ്ടത് രാഹുൽ ഈശ്വർ. ഞാൻ പറഞ്ഞത് ആ അഫിഡവിറ്റിൽ കൃത്യമായിട്ടും ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ള കൺസേൺ അതിജീവിതം ഉന്നയിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുവാനേ കഴിയുകയുള്ളൂ. അല്ലാതെ ഈ രാഷ്ട്രീയ കാര്യമൊന്നും പറഞ്ഞ് സാങ്കേതികത്വം പറയണ്ട. ശ്രീ ജോർജ് ജോസഫ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ വിചാരണയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ. മഞ്ജുഷ പറഞ്ഞാൽ മതി. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. താങ്കൾ എന്നോട് ചോദിച്ചു കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു ലീക്കായെന്ന് ആരെങ്കിലും കൺസേൺ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് കൺസേൺ അതിജീവിതം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഞാൻ അഫിഡവിറ്റ് വായിച്ചു കേൾക്കുകയും ചെയ്തു. വെറുതെ ആവശ്യമില്ലാതെ സാങ്കേതികം പറഞ്ഞു വരുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ ജോർജ് ജോസഫ്.